ഈ സന്ദേശത്തിന്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. 1956-ൽ അഖണ്ഡജ്യോതി മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു വസന്ത സന്ദേശത്തിൽ നിന്നുള്ളതാണ് ഈ വാക്കുകൾ. അതിന് അതിൻ്റേതായ ഒരു ഗൗരവവുമുണ്ട്. ഗുരുദേവന്റെ സന്ദേശത്തിലെ ആദ്യത്തെ ഭാഗം ഇതാണ്: ആത്മീയ സാധനയുടെ ആദ്യത്തെ പരീക്ഷണം ഇന്ദ്രിയ സംയമനമാണ്. തന്റെ നാവിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്തവന്റെ പ്രാർത്ഥനകൾ ഒരിക്കലും വിജയിക്കില്ല. വളരെ വ്യക്തമാണല്ലേ? എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്നാണ്. അദ്ദേഹം തുടരുന്നു: സമയം, ചിന്ത, ജീവശക്തി എന്നിവയുടെ സംയമനമാണ് ഒരു വ്യക്തിയെ ഋഷിയാക്കുന്ന തപസ്സ്. നിങ്ങളുടെ ശക്തികളെ വ്യർത്ഥമായ ആഡംബരങ്ങളിൽ പാഴാക്കരുത്. അപ്പോൾ സംയമനം എന്നു പറയുന്നത് വെറും ശാരീരികമായ കാര്യമല്ല. നമ്മുടെ സമയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവശക്തി ഇതെല്ലാം വിലപ്പെട്ടതാണ്. അതൊന്നും വെറുതെ കളയാനുള്ളതല്ല. ഇനി ഈ സന്ദേശത്തിലെ അവസാന ഭാഗം ശ്രദ്ധിക്കൂ. ഇത് വളരെ ശക്തമാണ്. ആത്മനിയന്ത്രണത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്ന ഊർജം ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി തുറക്കുന്നു. അച്ചടക്കമുള്ള ജീവിതത്തെയാണ് ദൈവിക ശക്തികൾ ഇഷ്ടപ്പെടുന്നത്. കണ്ടോ, അച്ചടക്കത്തെയും ആത്മീയ വിജയത്തെയും എത്ര മനോഹരമായാണ് അദ്ദേഹം ബന്ധിപ്പിക്കുന്നത്?